ബസാമിന്റെ വാപ്പയാണേ. ആ എങ്ങനെയുണ്ട് മോന്റെ പഠിത്തം? പഠിത്തം അതിപ്പോ ഞങ്ങളോടല്ലേ ചോദിക്കണ്ട് എങ്ങനെയുണ്ട്. ആകെ 3 വിഷയത്തിന് അവൻ ജയിച്ചേക്കണേ, ബാക്കിയൊക്കെ തോറ്റു. അതെ അത് തോറ്റ തന്നെയാണ്. പറഞ്ഞ ഒരു കാര്യം അനുസരിക്കില്ല. അവന് മലയാളം അറിയില്ലേ? എന്നോട് മലയാളം പറയണത്, ഇവിടെ എന്താ പറയണേ? എന്ന് ഞാൻ പറയണത് ഒന്നും അവന് മനസ്സിലാവണില്ല. മര്യാദക്ക് ഹോംവർക്ക് ചെയ്യില്ല. കുട്ടി സ്കൂളിൽ പോയി എന്ന് പറഞ്ഞിട്ട് എല്ലാം ആവില്ല. വൈകുന്നേരം വരുമ്പോ ചോദിക്കുക. ഇക്ക് പെയിന്റിന്റെ പണിയാണ്. ഈ വീടുകളൊക്കെ പെയിന്റ് ചെയ്യാൻ പോല്. ഞാൻ നേരം വെളുക്കുമ്പോ എന്റെ ബ്രഷും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ പെയിന്റിങ്ങിന് പോകും. അന്തിപാതിരക്കാണ് ഞാൻ കയറി വരണേ. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിണ്ടോ? ഇന്നേ വരെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം ഓനിക്ക് ഞാൻ മേടിച്ചു കൊടുക്കാണ്ടിരുന്നിട്ടില്ല. ഒരു പേന, ബോക്സ് വേണച്ചാ അത്, ബാഗ് വേണച്ചാ അത്, പിന്നെ ഫീസ്, പിന്നെ സ്റ്റാമ്പ്. എന്റെ ഇത് പോസ്റ്റ് ഓഫീസാ? ഇവിടെ ആവശ്യമില്ലാത്തൊക്കെ ചോദിക്കണ്ടല്ലോ. പിന്നെന്താ അധ്യാപകരെന്തോ ഒരു പരിപാടി അതുണ്ട് പറഞ്ഞിട്ട് അതിന്റെ കായി ഇതൊക്കെ നിങ്ങൾ ചെയ്യണുണ്ട്. അല്ല അപ്പൊ അതന്നെ പറഞ്ഞു 750 ഉറുപ്പ്യാണ് ഇക്ക് കൂലി. ഇതുകൊണ്ട് ഞാൻ ഈ വക കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ പണിക്ക് പോകണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങൾ അധ്യാപകരല്ലേ, നിങ്ങൾക്ക് എത്ര കൂലി? ഇവിടെ കൂലിയുടെ കൂലിയുടെ കാര്യം തന്നെ പറഞ്ഞത്. അപ്പൊ നിങ്ങക്ക് ഇത്രയും കൂലി കിട്ടിയിട്ട് നിങ്ങളുടെ പണി നിങ്ങൾക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റണില്ല. ഞാൻ ചോദിക്കണത് എല്ലാ കുട്ടികൾക്കും ഒരേ ബുദ്ധിയൊന്നല്ല. അത് നിങ്ങൾ മനസ്സിലാക്കും. പിന്നെ എല്ലാവരും വക്കീലിന്റെ ഡോക്ടറിന്റെ വീട്ടിൽ നിന്നല്ല എല്ലാ കുട്ടികളും ഇറങ്ങി വരണേ. അതിന്റെ ബുദ്ധിമുട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അത് മനസ്സിലാക്ക്. അതെ, വെറുതെ ബഹളുണ്ടാക്കാൻ പാടില്ല. ഇത് സ്കൂളാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ചെവി കേൾക്കും. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് മാതാപിതാക്കൾ ഇങ്ങോട്ട് കുട്ടികളെ അയക്കണത് ഇത് സ്കൂളാണെന്നുള്ള നിലക്കാ. ടീച്ചറെ എന്തിനാ വിളിച്ചേ? ആര് വിളിച്ചു? ഇത് മുട്ടുന്ന ഒച്ച കിട്ടിയല്ല. അതെ, പുള്ളിയെ മുട്ടിയത്. നിങ്ങൾ മുട്ടില്ല? അല്ല, ഇതിപ്പോ നിങ്ങക്ക് വരാനുള്ളതെന്നറിയില്ല. ഞങ്ങൾ പോയിക്കോളി, തിരിച്ചാട്ടിയില്ല. ഞാനത് വർത്താനത്തിലാക്കിയാണ്. നിങ്ങള് വർത്താനം നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ ടീച്ചറെ? ഞാൻ പറഞ്ഞ എന്താണ് നിങ്ങൾ അപ്പൊ അതാ പറയണ. ഒരു കുട്ടീനെ ഒരു സ്കൂൾക്ക് വിടുമ്പോ ആ കുട്ടീനെ നിങ്ങൾ അധ്യാപകര് നന്നായി പഠിപ്പിക്കും എന്നുള്ളൊരു ഇതുകൊണ്ടാണ്. നിങ്ങളിനൊക്കെ നല്ല ബഹുമാനം ഉണ്ട് ഞങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ ഗവൺമെന്റിന്റെ ശമ്പളം മേടിക്കണം. നിങ്ങൾ മനസ്സിലാക്കിക്കോളെ. ഞാൻ ഒരു പെയിന്റ് പണിക്കാരനാണ്. ഞാൻ അവിടെ കായ് മേടിച്ചിട്ട് നന്നായി പെയിന്റ് ചെയ്തതിൽ പിറ്റേന്ന് നിൽക്ക് പണിയില്ല. ഇവിടെ നിങ്ങൾക്ക് ആ പേടിക്കാനില്ല. എന്തായാലും ശമ്പളം കിട്ടും, കുട്ടികളെ പഠിപ്പിച്ചാലും ഇല്ലെങ്കിലും. അപ്പോ അടുത്ത ക്രിസ്മസ് പരീക്ഷ വരുമ്പോ ഞാൻ എന്റെ കൂട്ടറെ പരീക്ഷ പേപ്പർ നോക്കും. അതിന് അവനകത്ത് തോറ്റുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരൂ. നിങ്ങൾ ഈ ഗവൺമെന്റിന്റെ ശമ്പളം മേടിച്ചിട്ട് എന്ത് പണിയാപ്പെട്ട് എടുക്കണെന്ന് ചോദിക്കാനായിട്ട്. അതിന്റെ മറുപടി ഇക്ക് തരണം കേട്ടോ. ഇപ്പൊ ഞാൻ പോവാൻ എനിക്ക് പണിയുണ്ട്, അതുകൊണ്ടാണ്.